ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങളാണല്ലോ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠന വിഷയമായി, ധ്യാന വിഷയമായി കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് നാം സമർപ്പിച്ചത്. ഈ വേദഭാഗത്തിൽ ദൈവികമായ ജ്ഞാനത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനം ഉയരത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. അനോയിൻറ്റിങ് ഓഫ് ഹോളി സ്പിരിറ്റ് വിത്ത് ദ ഡൈനാമിക് പവർ ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ദൈവത്തിൻ്റെ അതുല്യമായ ശക്തിയെ പ്രാപിക്കുന്ന അനുഭവമാണ് ദൈവദത്തമായ ജ്ഞാനം. അത് പൂർവ്വ പിതാക്കന്മാർക്ക്, പ്രവാചകന്മാർക്ക്, പുരോഹിതന്മാർക്ക്, രാജാക്കന്മാർക്ക് ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുത്ത ജ്ഞാനമാണ്. സർവസൃഷ്ടാവായ ദൈവത്തിൻ്റെ അനാദിയായ ദൈവികമായ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ ലോകത്തിന് ക്രിസ്തുവിലൂടെ സംഭവിച്ചതുപോലെ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന ദൈവമക്കൾക്ക് ദൈവികമായ രഹസ്യങ്ങളെ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി തരുന്നു എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചു. അതൊരു സ്വർഗീയമായ അനുഭൂതിയാണ്. അതൊരു വിശ്വാസ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നതാണ്. ആത്മീകമായ നൽവരങ്ങളെ പ്രാപിക്കുന്നതാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ ഭോഷനായി തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ ശ്രേഷ്ഠനായി തീരും. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭോഷനായി തീരുന്നവൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠനായി തീരും. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠനായി തീരുവാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിൻ്റെ മുൻപാകെ ഭോഷനായി തീരും. ഇതാണ് ആത്മീകനും ഭൗതികനും തമ്മിലുള്ള താരതമ്യ പഠനത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെന്നും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാണെന്നും ഈ വാക്യങ്ങളിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചു. അത് ദൈവികമായ രഹസ്യങ്ങളെ മറനീക്കി പുറത്തു വരുന്നത് കാണുവാനും അവനെ ആഘോഷിക്കുവാനും അവനെ ആരാധിക്കുവാനും അവനെ അനുഭവിക്കുവാനും അവനിൽ ഒന്നായി തീരുവാനുമുള്ള ദൈവകൃപ. ഞാനും എൻ്റെ പിതാവ് ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളും ഒന്നാകേണ്ടതിന് തന്നെ. അങ്ങനെ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന ഒരനുഭവത്തിൽ സ്വർഗീയമായ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ കാണുവാനുള്ള പാകത്തിൽ ആത്മീയമായ വർധനവിൽ നമ്മൾ ജീവിക്കണമെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചു. ഇവിടെ 3-ാമത്തെ അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ ഈ കാര്യങ്ങളെ വളരെ വ്യക്തമായി ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് ചില ഉദാഹരണങ്ങൾ പ്രതീകമായി നമ്മെ വരച്ചു കാട്ടുകയാണ്. അവിടെ പൗലോസ്ലീഹ ഉപയോഗിക്കുന്നതായ ചില ഉദാഹരണങ്ങൾ പാൽ മാത്രം കുടിക്കുന്ന ശിശുക്കൾ, രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ കൃഷി, മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ മന്ദിരം. ഇതൊക്കെ ഒരുവൻ്റെ ആത്മീക വളർച്ചയ്ക്ക് എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ഉപമകളിലൂടെ, ഈ പരാമർശങ്ങളിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 3-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്: എന്നാൽ സഹോദരന്മാരെ,
നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെ അല്ല, ജഡികരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. ആത്മീയമായ പുതുക്കം പ്രാപിച്ചിട്ടും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നിങ്ങൾ വന്നിട്ടും ദൈവത്തിൻ്റെ കൃപ നിങ്ങൾ പ്രാപിച്ചിട്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്നാനത്തിലൂടെ മാമോദീസായിലൂടെ നാം പ്രാപിച്ചിട്ടും നമുക്കൊട്ടും ആത്മീക വളർച്ചയില്ലാത്ത ഒരനുഭവത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ശിശുക്കളല്ലയോ? ശിശുക്കളാണ് പാൽ കുടിക്കുന്നത്. മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കഴിക്കുവാനുള്ള പ്രാപ്തിയായിട്ടില്ല. അതുകൊണ്ട് ആ ശിശു ഇപ്പോഴും പാൽ കുടിക്കുന്നു. ഇത് വ്യക്തമായിട്ട് എബ്രായർ 5:12, 13, 14 വാക്യങ്ങളിൽ ഇത് വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിപ്രകാരമാണ്: കാലം നോക്കിയാറെ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കണം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തിരഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യം. പാൽ കുടിക്കുന്നവനെല്ലാം ശിശുവല്ലോ. ആത്മീയ മനുഷ്യരായി വളരുവാനുള്ള ദൈവത്താൽ വിളിച്ചു ചേർക്കപ്പെട്ട മനുഷ്യരുടെ ആത്മീയമായ പാപ്പരത്വത്തിൻ്റെ ഒരു ചിത്രമാണ് പൗലോസ്ലീഹ വരച്ച് കാട്ടുന്നത്. ആദിമകാലത്ത് മാത്രമല്ല, ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിലായിരിക്കുന്ന എന്നെയും എന്നെ കേൾക്കുന്ന നിങ്ങളെയും ഉദ്ദേശിച്ചാണ് ഈ വേദഭാഗം ഇപ്പോൾ സംസാരിക്കുന്നത്. കാലം നോക്കിയാൽ നിങ്ങളിപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യം. പാൽ കുടിക്കുന്നവരെല്ലാം ശിശുവല്ലോ. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ച ഘട്ടം ഘട്ടമായിട്ട്, പടിപടിയായിട്ടാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിന് അമ്മയുടെ മുലപ്പാൽ നൽകും. ഒരു സമീകൃത പോഷകാഹാരമാണത്. ആ കുഞ്ഞ് ഏറെ നാളുകൾ മലർന്നു തന്നെ ആണ് കിടക്കുന്നത്. എന്നാൽ ക്രമേണ ആ കുഞ്ഞ് കമിഴ്ന്നു വീഴുവാനായിട്ട് ശ്രമിക്കും. കമിഴ്ന്നു കിടന്ന് പതുക്കെ കൈയും കാലും ഇട്ട് നീന്താനായിട്ട് ശ്രമിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പതുക്കെ മുട്ടിൽ ഇഴയാനായിട്ട് തുടങ്ങും. മുട്ടിലിഴഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ എഴുന്നേറ്റ് പതുക്കെ പിച്ച വെച്ച് നടക്കുവാനായിട്ട് തുടങ്ങും. അങ്ങനെ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഓരോരോ ഘട്ടങ്ങളുണ്ട്. കുഞ്ഞിൻ്റെ ആഹാര രീതിയിലും ഓരോരോ ഘട്ടങ്ങളുണ്ട്. ആദ്യം ആ കുഞ്ഞ് പാൽ മാത്രമേ കുടിക്കുകയുള്ളൂ. കുറേ നാൾ കഴിയുമ്പോൾ അധികം കട്ടിയല്ലാത്ത, കട്ടി കുറഞ്ഞ ആഹാരങ്ങൾ കൊടുക്കും. ആഹാരം കഴിക്കുവാനായിട്ട് പ്രാപ്തിയായി കഴിയുമ്പോൾ അവൻ കട്ടിയായുള്ള ആഹാരം കഴിക്കും. എന്നാൽ 20 വയസ്സായിട്ടും അല്ലെങ്കിൽ 25 വയസ്സായിട്ടും കട്ടിയായുള്ള ആഹാരമൊന്നും കഴിക്കുന്നില്ല.
പാലാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞായിരിക്കുന്ന, അല്ലെങ്കിൽ കവിഴ്ന്നു കിടക്കാത്ത, എഴുന്നേറ്റ് നടക്കാത്ത ഒരു മനുഷ്യനാണെങ്കിൽ ആ കുഞ്ഞിന് ശാരീരികമായി എന്തോ വൈകല്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. ഈ വൈകല്യമായ ഒരാത്മീയ ജീവിതത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ നമ്മയും ഓർമ്മിപ്പിക്കുന്നത്. പൗലോസ് പറയുന്നത്, കാലം നോക്കിയാൽ നിങ്ങളൊക്കെ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാ. ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ക്രിസ്തുവിൻ്റെ വചനത്തെ ഉള്ളിൽ സ്വീകരിച്ച്, ക്രിസ്തുവിനെ സ്വീകരിച്ച്, ക്രിസ്തുവിൽ വളരുന്നവരായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ദൈവികമായ അനുഗ്രഹങ്ങളെയും വചനത്തെയും പകർന്നു കൊടുക്കേണ്ടുന്നവരായി നിങ്ങൾ ഇപ്പോഴും ദൈവത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പോലും തിരിച്ചറിയാതെ ഒരു ശിശുവിനെ പോലെയാണ് നിങ്ങൾ കഴിയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട് ഞാൻ ശ്രമിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള പ്രാപ്തിയാകുന്നില്ല. നിങ്ങളിപ്പോഴും ശിശുവല്ലോ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, എന്നാൽ സഹോദരന്മാരെ, ആത്മീയ മനുഷ്യൻ എന്നതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം നിങ്ങൾ ലൗകികരാണ്. ശിശുക്കളോടെന്ന പോലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഒട്ടും ആത്മീയമായ വളർച്ച പ്രാപിക്കാത്ത ഒരനുഭവം. എത്ര ശരിയാണ് നമ്മളുടെ ജീവിതത്തിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയില്ലേ, 1 കൊരിന്ത്യർ 2:9, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അപ്രകാരമുള്ള ദൈവിക മർമ്മങ്ങളെ വെളിപ്പെടുത്തി കിട്ടുവാൻ തക്കവണ്ണം ദൈവികമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവരായ നിങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾക്കതിലേക്ക് വളരുവാനായിട്ട് സാധിക്കുന്നില്ല? ഇപ്പോഴും നിങ്ങൾ പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ ശിശുക്കളായി കഴിയുകയാണ്. നിങ്ങൾക്ക് ആത്മീയമായി വളരാൻ കഴിയാത്തത് നിങ്ങൾ ലോകത്തിൽ ആഗ്രഹം വയ്ക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ജഡിക മനുഷ്യരായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആത്മീയമായി വളരുവാൻ കഴിയാത്തത്. സത്യത്തെ മറച്ചു പിടിക്കുന്നവർ, അങ്ങനെയൊക്കെ ജീവിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം പ്രാപിക്കാനായിട്ട് സാധിക്കും? ഇത് നമ്മളോട് ഓരോരുത്തരോടുമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് പറയുന്നത്. ക്രിസ്തുവിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ക്രിസ്തുവാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ വളരുവാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നിനക്ക് ക്രിസ്ത്യാനി എന്ന് പേരുണ്ടായത്. നീ ക്രിസ്ത്യാനി എന്നുള്ള പേരും വഹിച്ചുകൊണ്ട് നീ അധർമ്മം പ്രവർത്തിക്കുമ്പോൾ, തിന്മയിൽ ജീവിക്കുമ്പോൾ, പാപത്തിൻ്റെ അവസ്ഥയിൽ നീ മലിനമായിരിക്കുമ്പോൾ, നീ കോപവും വിദ്വേഷവും പകയും വെച്ച് പുലർത്തുമ്പോൾ, നിനക്ക് ആത്മാവിൽ വളരുവാനായിട്ട് സാധിക്കണമെങ്കിൽ ആദ്യം ലോകത്തിൻ്റെ ബന്ധനങ്ങളെ അഴിച്ചു കളയണം. ഈ ബന്ധനത്തിൻ്റെ, പാപത്തിൻ്റെ അമിക്കയറുകളെ നീ പൊട്ടിച്ചു കളയണം. പരിശുദ്ധാത്മാവിൽ വീണ്ടും ജന്മം പ്രാപിച്ചിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിട്ട് നീ വീണ്ടും ആ പഴയ വസ്ത്രവും എടുത്തിട്ട് പഴയ മനുഷ്യനായി നീ ജീവിക്കുന്നു എങ്കിൽ നീ പിന്നെയും കർത്താവിനെ ക്രൂശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ശിശുക്കളോടെന്ന പോലെയാണ് സംസാരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് പാലാണ് ആവശ്യം. കട്ടിയായുള്ള ആഹാരം കഴിക്കാനുള്ള പ്രാപ്തിയില്ല. പ്രായത്തിൽ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴും ശിശുക്കളെ പോലെയാണ് പെരുമാറുന്നത്. പ്രീമെച്വർ, മെച്യൂരിറ്റി ഇല്ലാത്തവർ, ലോകത്തിൻ്റെ താല്പര്യങ്ങളിലും ആഗ്രഹങ്ങളിലും ഇമ്പപ്പെട്ട് ജീവിക്കുന്നവർ. അവിടെ പറയുന്നത് കട്ടിയായുള്ള ആഹാരം കഴിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലാതിരിക്കുന്നു. ഇപ്പോഴും കഴിവായിട്ടില്ല. കാരണം നിങ്ങളിപ്പോഴും ലൗകികന്മാരാണല്ലോ. കാരണം നിങ്ങളുടെ ഇടയിൽ അസൂയയും കലഹവും ഉള്ളതുകൊണ്ട് നിങ്ങൾ ലൗകികരല്ലേ? നിങ്ങൾ സാധാരണക്കാരെ പോലെ പെരുമാറുന്നവരല്ലേ? അപ്പോൾ ആത്മീക മനുഷ്യൻ എന്ന പേര് ധരിച്ചിട്ട് നിങ്ങൾ ഭൗതിക മനുഷ്യനെ പോലെ ജീവിക്കുന്നു, ആത്മീകർക്ക് പേരുദോഷമുണ്ടാക്കാൻ. അതുകൊണ്ട്
നിങ്ങൾ ആത്മീകമായി വളരണം കുഞ്ഞുങ്ങളെ. പാൽ കുടിക്കുന്ന അനുഭവത്തിൽ നിന്നും കട്ടിയായുള്ള ആഹാരം കഴിച്ച് തഴക്കത്താൽ അഭ്യസിച്ച് ഇന്ദ്രിയ ജയമുള്ളവരായി മാറണം. ഇന്ദ്രിയങ്ങൾക്ക് കീഴ്പ്പെട്ടവരായിട്ടല്ല, ഇന്ദ്രിയങ്ങളുടെ മേൽ വിജയം പ്രാപിക്കുന്നവരായിട്ട്. നാം നിയന്ത്രിക്കണം ഇന്ദ്രിയങ്ങളെ. ഇന്ദ്രിയമല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്, ലോകമല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. ഈ വേദഭാഗത്തിലൂടെ ഇന്നത്തെ വിശ്വാസികൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണിത്. പരസ്പരം ഭിന്നതയുണ്ടാക്കുമ്പോൾ, പരസ്പരം കലഹമുണ്ടാക്കുമ്പോൾ, പരസ്പരം ഛിദ്രിക്കുന്നവരായി തീരുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്തു സാക്ഷ്യം ഈ സമൂഹത്തിൽ നൽകുവാനായിട്ട് സാധ്യമല്ല. സമൂഹത്തിന് മാതൃകയുള്ളവരായി ക്ഷമിക്കുന്നവരും സ്നേഹിക്കുന്നവരും പരസ്പരം കരുതുന്നവരും ദൈവത്തെ മഹത്വപ്പെടുന്നവരുമായി നിലനിൽക്കുവാനായിട്ടാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിന് വിരുദ്ധമായി കലഹപ്രിയരും പരസ്പരം വിദ്വേഷിക്കുന്നവരും പല കക്ഷികളായും പല നേതൃത്വത്തിൻ്റെ ഗ്രൂപ്പുകളായും നിലനിൽക്കുന്നവർക്ക് ക്രിസ്തു സാക്ഷ്യം നിർവഹിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ അപ്പലോസിൻ്റെ പക്ഷക്കാരെന്നും ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരെന്നും ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരനെന്നും ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരനെന്നും നിങ്ങൾ പരസ്പരം മത്സരിക്കുന്നവർ. നിങ്ങളിപ്പോഴും ശിശുക്കൾ തന്നെയാണ്. കാരണം നിങ്ങൾ ലോകപരമായ കാര്യങ്ങളിൽ പരസ്പരം കലഹിക്കുന്നവരും മത്സരിക്കുന്നവരുമാണ്. നിങ്ങൾക്കൊരിക്കലും ആത്മീകമായി വളരുവാനായിട്ട് സാധ്യമല്ല. ഇതൊരു വലിയ മുന്നറിയിപ്പാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന് പൗലോസ്ലീഹ നൽകുന്നത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരിച്ചറിവിലേക്കും രൂപാന്തരത്തിലേക്കും വളരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ക്രിസ്തീയ സാക്ഷ്യം നൽകുവാനായിട്ട് സാധ്യമല്ല. ഇവിടെ അങ്ങനെയുള്ളവരെ പറ്റിയാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ശിശുക്കളാണ്, നിങ്ങളിപ്പോഴും പാൽ കുടിക്കുന്നവരാണ്, നിങ്ങൾ ആത്മീകരല്ല, നിങ്ങൾ ഭൗതികരാണ്, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവരല്ല, ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നവരാണ്, നിങ്ങൾ ജഡികരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്നിട്ട് നിങ്ങൾ പല പക്ഷക്കാരെന്ന് പറയുമ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. അത് ക്രിസ്തീയ പ്രവർത്തകരുടെ ഒരു ദൗത്യത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. അതിനെപ്പറ്റി ഒരു കൃഷി സംരംഭത്തിലൂടെയാണ് ഉദാഹരണ സഹിതം പൗലോസ്ലീഹ വ്യക്തമാക്കുന്നത്. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് യഹോവയായ ദൈവമാണ്. നമ്മൾ വിത്ത് വിതയ്ക്കുന്നു, അത് പാകമായി കഴിയുമ്പോൾ അത് പറിച്ച് നല്ല നിലത്തേക്ക് നടുന്നു. ഇതാണ് നടുന്നവൻ്റെയും നനയ്ക്കുന്നവൻ്റെ, അല്ലെങ്കിൽ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. പക്ഷേ ദൈവം അതിനെ വളരുമാറാക്കുന്നു, അതിന് ഫലമുളവാക്കുന്നത് ദൈവമാണ്. പലപ്പോഴും നമ്മൾ നടുന്നവനെയും നനയ്ക്കുന്നവനെയുമാണ് പ്രകീർത്തിക്കുന്നത്, വളരുമാറാക്കുന്ന ദൈവത്തെയല്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞങ്ങൾ നടുന്നവനും നനയ്ക്കുന്നവനും മാത്രമാണ്. പൗലോസ് നട്ടു, അപ്പലോസ് നനച്ചു, പക്ഷേ അത് വളരുമാറാക്കിയത് യഹോവയായ ദൈവമാണ്. അതുകൊണ്ട് നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കിയ ദൈവത്തെയാണ് നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത്. നട്ടവനും നനച്ചവനും അവനവൻ്റെതായ കൂലി കിട്ടും, അതാണ് അവൻ്റെ പ്രതിഫലം, അതവരുടെ ഉത്തരവാദിത്തമാണ്, അവരെ ഫലമേൽപ്പിച്ചതായ ദൗത്യമാണ് നടുന്നതും നനയ്ക്കുന്നതും. പക്ഷേ ഒരല്പം അതിനെ വളർത്തുവാനായിട്ടുള്ള കഴിവ് മനുഷ്യനുണ്ടോ? അത് ദൈവമാണ് നടത്തുന്നത്, വളരുമാറാക്കുക ദൈവമാണ്.
അതിന് ഫലമുളവാക്കുന്ന ദൈവമാണ്. സകലത്തിലും കാരണാഭൂതൻ ദൈവമാണ്. ആ ദൈവത്തെ പ്രകീർത്തിക്കുവാനും സ്തുതിക്കുവാനും കഴിയണം. നടുന്ന ജോലിക്കാർ വേറെ, ചെടി നനയ്ക്കുന്ന ജോലിക്കാർ വേറെ. പക്ഷേ അവർക്കെല്ലാം യജമാനൻ കൂലി കൊടുക്കും. ദൈവം പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ വേലക്കാരുടെ ജോലിയെല്ലാം വൃഥാവായി തീരും. തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ യഹോവ ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. മശിഹാ തമ്പുരാൻ അരുളി ചെയ്തു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ യഹോവ ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമായി തീരും. യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാരുടെ ജോലിയും വൃഥാവായി തീരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നൽകുന്ന കൃപകളെ പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. എന്നിട്ട് ആദാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, നീ ഇവർക്കൊക്കെ പേരിടണം. ദൈവമല്ല പേരിട്ടത്. കാരണം മനുഷ്യനെയും കൂടെ തൻ്റെ കൂട്ടുവേലക്കാരനായിട്ട് ദൈവം നിയോഗിക്കുകയാണ്. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ദൈവത്തിന് വേണ്ടി ദൈവത്തോടൊപ്പം ജോലി ചെയ്യുന്നവർ. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയാണ് ദൈവം നോഹയെ വിളിച്ചത്, ഒരു പെട്ടകമുണ്ടാക്കാൻ. അവൻ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനാണ്. കർത്താവിൻ്റെ ശുശ്രൂഷ തികയ്ക്കുവാൻ വേണ്ടിയാണ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. അവർ കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാണ്. തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ഒക്കെ തനിക്ക് വേണ്ടി തന്നോടൊപ്പം കൂട്ടുവേലക്കാരായിട്ടാണ് യേശു തമ്പുരാൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. കർത്താവിനോടൊപ്പം ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിനോടൊപ്പം പ്രവർത്തിക്കുവാൻ, യജമാനനു വേണ്ടി നിയോഗിതനാകുന്ന സ്ഥാനാപതി, യജമാനനു വേണ്ടി സംസാരിക്കുന്നവൻ. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകമറിയം അമ്മ പറഞ്ഞത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഐ ആം ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ലോഡ്. ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണ്. ഒരു ദാസിയെ സംബന്ധിച്ചിടത്തോളം യജമാനൻ എന്ത് ആഗ്രഹിക്കുന്നു, യജമാനൻ എന്ത് കൽപ്പിക്കുന്നു, അത് നിർവഹിക്കുക എന്നുള്ളതാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദാസൻ്റെ കണ്ണ് യജമാനൻ്റെ കൈകളിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കൈകളിലേക്കും നോക്കി പാർക്കുന്നത് പോലെ ദൈവമേ, ഞാൻ നിങ്ങളിലേക്ക് നോക്കി പാർക്കുന്നു. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, ക്രിസ്തുവിന് വേണ്ടി അഹോരാത്രം ഉണർവോടെ കാത്തിരിക്കുന്ന, ഉണർവോടെ പ്രവർത്തിക്കുന്ന, ജാഗരൂകരായിരിക്കുന്ന ക്രിസ്തീയ മക്കൾ, അവരുടെ ശുശ്രൂഷയാണ് കൂട്ടുവേലക്കാർ. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്നാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. അത് കഠിനാധ്വാനത്തോടു കൂടിയായിരിക്കണം. യജമാനൻ വരും അന്നേരത്ത് ഉണർവുള്ളവരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അത് ഏത് നിമിഷവും ഈ ജോലിക്ക് നിയോഗിക്കപ്പെട്ടവർ ഉണർവോടെ ഇരിക്കണം. യജമാനൻ്റെ വരവ് കാത്തിരിക്കണം. ഏത് സമയം യജമാനൻ വന്നാൽ അവനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഒരുക്കത്തോടുകൂടെ ആയിരിക്കണം. കാത്തിരിക്കുന്നവരായിരിക്കണം. ഉറങ്ങുന്നവരായിട്ടല്ല, ഉണർവുള്ളവരായിട്ടിരിക്കണം. ബുദ്ധിമതികളായ 5 കന്യകമാരെ പോലെ വിളക്കിൽ പ്രകാശമുള്ള തിരികളുമായി കാത്തു നിൽക്കുന്നവരായിരിക്കണം. ബുദ്ധിയുള്ളവർ, അവരാണ് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. ഉത്തരവാദിത്തോടും വിശ്വസ്തയോടും കൂടി ചെയ്യണം. അത് കഠിനാധ്വാനമായിരിക്കണം. അലസരായിരിക്കരുത്.
അങ്ങനെ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായി നാം ആയിരിക്കണമെന്ന് പൗലോസ്ലീഹ ഈ വേദവാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന വിശ്വാസികളെ, നമ്മൾ ആത്മാവിൽ ശിശുക്കളാകരുത്. ആത്മീയമായ വളർച്ച ഘട്ടം ഘട്ടമായിട്ട് വളർച്ച പ്രാപിക്കുന്നവരായിരിക്കണം. ഒരു കുഞ്ഞ് വളരുന്നത് പോലെ, അത് പ്രായപൂർത്തിയാകുന്നത് പോലെ ആത്മീയമായ വളർച്ച പ്രാപിക്കുന്നവരായിരിക്കണം. രണ്ടാമതായിട്ട്, ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് നാം എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ആ ആത്മീയമായ വളർച്ചയിലൂടെ ദൈവികമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായി നിലനിൽക്കുവാൻ തക്കവണ്ണം, പ്രാർത്ഥനയോടെ ഉറ്റിരിക്കുവാൻ, ഉണർവുള്ളവരായിരിക്കുവാൻ, തങ്ങളുടെ ശുശ്രൂഷകളിൽ വിശ്വസ്തരായിരിക്കുവാൻ, തങ്ങളുടെ ഏൽപ്പിച്ചതായ ശുശ്രൂഷകൾ വളരെ കഠിനാധ്വാനത്തോടുകൂടെ അത് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം പരിശ്രമിക്കുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.